ഹായ് ഫ്രണ്ട്സ്, ഈസി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലും പരിസരത്തുമായിട്ട് എലി, പെരിച്ചാഴി തുടങ്ങിയവയുടെ ശല്യം കാരണം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ശല്യക്കാരായ എലിയെയും പെരിച്ചാഴിയെയും ഒക്കെ തുരത്തി ഓടിക്കാനായിട്ട് നമ്മൾ രണ്ട് കിഡിലൻ ടിപ്സുകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ എഫക്റ്റീവായ ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവായ ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യം ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ കടലപ്പൊടിയോ മൈദാപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് കൊതുകുതിരിയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കൊതുകുതിരി ഇല്ലെങ്കിൽ അഗർബത്തി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് എടുക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുക കേട്ടോ. ഇത് ഇൻസെക്റ്റുകളെയൊക്കെ കൊല്ലുന്ന അഗർബത്തി പോലുള്ള ഒരു സ്റ്റിക്കാണ് കേട്ടോ. ഇത് വളരെ പോയ്സൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എലിയെ തുരത്താനായിട്ടുള്ള ഈ ഒരു ടിപ്പിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ല എഫക്റ്റീവ് ആയിരിക്കും. നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല കിട്ടിയില്ല ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ 2 സ്റ്റിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് നീളം കൂടുതലാണ്, അതുകൊണ്ട് 2 എണ്ണം മതിയാവുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് 2 സ്റ്റിക്കും ഇങ്ങനെ കൈ കൊണ്ടുവന്ന് ഞാനടി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എല്ലാം അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന പോലെ എല്ലാം എടുക്കുക കേട്ടോ. അപ്പം നമ്മളിത് 2 സ്റ്റിക്ക് മാത്രമേ എടുത്തുള്ളൂ, ഒന്ന് നമ്മളവിടെ ബാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മാവൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നന്നായിട്ട് മാവ് ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ പൊടിച്ചിട്ട സാധനം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പരുവത്തിലേക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് ചപ്പാത്തിയുടെ ആ മാവ് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും നമ്മൾ പൊടിച്ചിട്ടത് എത്തണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാവ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ നമ്മളത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു സാധനം കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നുണ്ട്. അത് നമ്മൾ ചേർക്കുകയാണെങ്കിൽ എലി തീർച്ചയായിട്ടും ഇത് വന്നിട്ട് കഴിക്കും. അപ്പോൾ അത് കാരണം എലി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിതാ ഒരു 1/4 ടീസ്പൂണ് നമ്മൾ നെയ്യാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നെയ്യെന്ന് പറയുന്നത് നമ്മുടെ എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. എലി വന്ന് മണം പിടിച്ചാണ് ഓരോ സ്ഥലങ്ങളിലും എത്തുന്നതും നമ്മളിപ്പോൾ എന്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ കണ്ടുപിടിക്കുന്നത് മണം പിടിച്ചാണ്. അപ്പോൾ ഈ നെയ്യെന്ന് പറയുന്നത് നല്ല മണമുള്ള സാധനമാണ്. അതുമാത്രമല്ല നമ്മുടെ എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കൂടെയാണ്. അത് തീർച്ചയായിട്ടും വന്ന് ഇത് കഴിക്കും. എലി മണം പിടിച്ച് വന്ന് ഇത് എന്തായാലും കഴിക്കും. കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്ന കൊതുകുതിരി നമ്മുടെ എലിയുടെ വയറ്റിനകത്ത് പോയി അതിന് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കും. അത് മരണവെപ്രാളത്തിൽ അത് എങ്ങോട്ടെങ്കിലും ഓടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മുടെ വീടിനടുത്ത് അതിൻ്റെ പരിസരത്തെങ്ങാനും നമ്മൾ വെള്ളം അതായത് ഒന്നും തുറന്നു വെക്കരുത്. എലി അത് കുടിക്കാനിടയാകും. എലിക്ക് വല്ലാത്ത ദാഹം പരവേശമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കുടിക്കാനിടയാകും. പിന്നീട് നമ്മൾ ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം നിങ്ങളുടെ ടിപ്പുകളൊക്കെ ചെയ്യാൻ കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ വീടുകളിൽ പെറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അവർക്കും ഇത് ബാധകമാകും. അപ്പോൾ അതൊന്നും കാണാതെ നമ്മൾ രാത്രി സമയങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പെറ്റ്സൊക്കെ ഇത് കഴിച്ചാൽ അത് എന്തായാലും ചത്തുപോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് നന്നായി സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളെയും നമ്മൾ നന്നായി സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉരുളകളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് നമ്മൾ എലി വരുന്ന സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ എവിടെയാണോ എലി വരുന്നത് ആ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വെച്ചതിന് ശേഷം ഈ ഉരുളകളൊക്കെ നമ്മൾ അവിടെ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എലി രാത്രി വന്ന് അത് കഴിക്കും. തീർച്ചയാണ് ഈ നെയ്യിൻ്റെ സ്മെല്ലിന് എലി എന്തായാലും ഈ ഉരുള കഴിക്കുന്നതായിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് ഓടിപ്പോകും തീർച്ചയാണ്. അപ്പോൾ നമ്മുടെ എലി നമ്മുടെ വീടിൻ്റെ 7 അയലത്ത് പോലും പിന്നീട് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എലിക്ക് ഒരു അപകടം ഒരു സ്ഥലത്തു നിന്ന് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് ആ വഴിക്ക് വരില്ല. മനുഷ്യന്മാരെ പോലെ തന്നെ അതിന് IQ ലെവൽ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും നമ്മളെങ്ങനെയാണ് നമുക്ക് വല്ല അപകടവും ഒരു തവണ ഒരിടത്ത് സംഭവിച്ചാൽ നമുക്ക് പിന്നീട് ആ ഭാഗത്തേക്ക് പോകാൻ തന്നെ കുറച്ച് പേടിയായിരിക്കും അല്ലേ. അതുപോലെയാണ് നമ്മുടെ എലിക്കും. അപ്പോൾ എലി തീർച്ചയായിട്ടും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ്.
തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ഉപകാരപ്രദമായ വീഡിയോസാണ് നമ്മുടെ ഈ ചാനൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അപ്പോൾ അടുത്ത ടിപ്സിനായിട്ട് നമ്മളിതാ ഒരു പാത്രത്തിൽ കുറച്ച് നിലക്കടലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നിലക്കടല നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിപ്പിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ നിലക്കടല നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ വൺ യൂസായിട്ട് യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ എന്തെങ്കിലും എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമ്മൾ മുന്നേ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ളൊരു പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മളിത് മുഴുവനായിട്ടൊന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഡേറ്റ് എക്സ്പയറി ആയ പാരസെറ്റമോളിൻ്റെ 3 ടാബ്ലറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ടാബ്ലറ്റ് നമുക്കിതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു പേപ്പറിലേക്ക് നമ്മൾ ആ ടാബ്ലറ്റ് ഇട്ടതിന് ശേഷം ഒരു ഇടികല്ല് എടുത്ത് നമ്മളതൊന്ന് കുത്തി നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ പേപ്പർ വെച്ച് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ കടല പൊടിച്ച ആ മിക്സിയിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈ ടാബ്ലറ്റിൻ്റെ പൊടി എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 1-1.5 ടീസ്പൂണോളം നമ്മൾ വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് തെളിച്ചൊന്ന് കൊടുത്തതിന് ശേഷം അത് നല്ല ഒന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ മുന്നേ മാവ് കുഴച്ച് എങ്ങനെയാണോ ഉരുള പിടിക്കുന്ന രീതിയിലേക്ക് എടുത്തത് അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴച്ച രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ ഉരുണ്ടയൊക്കെ പിടിച്ചെടുക്കുക കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഉരുള പിടിക്കാനായിട്ട് ഒരു പിടി പിടിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒന്ന് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കടലപ്പൊടി ഈ രീതിയിലൊന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് നമ്മൾ എടുത്ത് വെക്കുക. എല്ലാ ബോൾസും അതുപോലെ നമ്മളൊന്ന് കുഞ്ഞു കുഞ്ഞാക്കി ഒന്ന് ഉരുണ്ട പിടിച്ച് വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ എലികൾ എവിടെയാണോ വരുന്നത് ആ ഭാഗത്തൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എലി ചത്തുപോകും. അത് എന്തായാലും അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവാണ്. അതുമാത്രമല്ല ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെയൊക്കെ നല്ല പോലെ ഒന്ന് സൂക്ഷിക്കണം. അവരുടെ കണ്ണുകളിലൊന്നും ഇത് പെടരുത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ വീട്ടിലെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരുടെ കണ്ണുകളിൽ ഇത് പെടരുത്. അത് എന്തായാലും നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് ആ സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ എലി തീർച്ചയായിട്ടും നമ്മുടെ വീട് വിട്ട് ഓടിപ്പോകുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ.